പ്രീതി. വെൽക്കം ടു ടേസ്റ്റ് വിത്ത് അസ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഫ്രഷ് ലിച്ചസ് കേക്ക് അഥവാ 3 മിൽക്ക് കേക്ക്. അപ്പോൾ ഇതുവരെ ആരും ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഈ കേക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കിയിട്ട് തരാം. അപ്പോൾ നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സിംഗ് ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 മുട്ട പൊട്ടിച്ച് വയ്ക്കാം. അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് ഒരു 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചായിട്ട് ചേർക്കാം, മുഴുവനായിട്ട് ചേർത്താലും പ്രശ്നമൊന്നുമില്ല. അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ അല്ലെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് ഫ്ലഫി ആവുന്ന വരെ ബീറ്റ് ചെയ്തെടുക്കണം. നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റർ യൂസ് ചെയ്യാം, അതാണ് കുറച്ചും കൂടെ നല്ലത്. ഞാനിപ്പോൾ ഇവിടെ വിസ്ക് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്, പക്ഷേ ഇത് ഒരുപാട് സമയം എടുക്കും. അതിനേക്കാളും നല്ലത് ബീറ്റർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ മിക്സിയിൽ അടിച്ചാലും മതി. അപ്പോൾ ഞാനിവിടെ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ഒരു 1/4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് പൗഡർ ഒരു 1/2 ടീസ്പൂൺ, ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂൺ, പിന്നെ ഒരു 2 നുള്ളു ഉപ്പ്. ഇത് 3ഉം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതും നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യാം. ഒരുപാട് ചേർക്കുമ്പോൾ മിക്സ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാല് കുറച്ചായി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കേക്ക് ടിന്നിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 7 ഇഞ്ചിൻ്റെ കേക്ക് മോൾഡാണ് എടുത്തിരിക്കുന്നത്. അതിൽ ബട്ടറൊക്കെ തേച്ച് നല്ല ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ജസ്റ്റ് 2 തവണ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു ബിരിയാണി പോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ കേക്ക് ടിന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു 25 to 30 മിനിറ്റ്സ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ കേക്ക് സോക്ക് ചെയ്യാനുള്ള മിൽക്ക് ഇവിടെ റെഡി ആക്കാം. അതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് തിളപ്പിച്ചാറിയ പാല് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് ഫ്രഷ് ക്രീമും കൂടെ ചേർക്കാം. പിന്നെ വേണ്ടത് 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ്. ഇത് 3ഉം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് അവിടെ മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാനൊരു സ്ക്യൂർ കൊണ്ട് കുത്തി നോക്കി, ക്ലീൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കറക്റ്റായിട്ട് ബേക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തണുക്കട്ടെ. അപ്പം നമ്മുടെ കേക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അൺമോൾഡ് ചെയ്തെടുക്കാം. ഇതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ എടുത്ത് മാറ്റാം. അതിനുശേഷം വീണ്ടും നമ്മുടെ കേക്ക് ടിന്നിലോട്ട് തന്നെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു സ്ക്യൂർ ഉപയോഗിച്ചിട്ട് നമ്മുടെ കേക്ക്സിൽ നിറയെ ഹോൾസ് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇനി ഇതിലേക്ക് മിൽക്ക് ഒഴിച്ചു കൊടുത്താൽ നന്നായിട്ട് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പം ഞാനിവിടെ ഹോൾസ് ഒക്കെ ഇട്ട് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മിൽക്ക് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ കേക്ക് ഏകദേശം കുറേ മിൽക്കൊക്കെ അബ്സോർബ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം. അതിനായിട്ട് ഒന്നെങ്കിൽ ഒരു പാത്രം കൊണ്ട് അടയ്ക്കുകയോ അല്ലെങ്കിൽ ഒരു ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് റെഫ്രിജറേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ മിൽക്ക് കറക്റ്റായിട്ട് അബ്സോർബായി സെറ്റായിട്ട് കിട്ടും. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് കേക്കിലേക്കുള്ള ഫ്രോസ്റ്റിംഗ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു മിക്സിംഗ് ബൗൾ എടുക്കാം. അതിലേക്ക് ഞാൻ 1 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഫിയോണയുടെ വിപ്പിംഗ് ക്രീമാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് എക്സ്ട്രാ ഷുഗറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി ഷുഗർ ഉള്ളതാണ്. സോ അതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല സ്റ്റിഫ് പീക്ക് ആവുന്നവരെ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീമും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കേക്ക് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ. ഇനി നമുക്കിത് ഫ്രോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ കേക്ക് ഒരു കേക്ക് ബോർഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് 2ആയിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ തന്നെ ഫ്രോസ്റ്റ് ചെയ്തെടുത്താൽ മതി.
അപ്പോൾ ഞാൻ ക്രീം ഇട്ട് കൊടുത്ത് ഫ്രോസ്റ്റ് ചെയ്യാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം ഒരു ക്രം കോട്ട് ചെയ്തതിന് ശേഷം കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നീട് ബാക്കിയുള്ളത് ചെയ്താൽ മതി. ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല, ഞാനിപ്പോൾ ഫുള്ളായിട്ട് ചെയ്യുകയാണ്. ക്രം കോട്ട് ചെയ്തിട്ട് പിന്നെ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് എടുത്ത് ചെയ്യുന്നതാണ് എപ്പോഴും ബെസ്റ്റ്, കുറച്ചും കൂടെ നല്ല ഫിനിഷിങ് കിട്ടാനൊക്കെ. അപ്പോൾ ഞാനിവിടെ കേക്ക് ഫുള്ളായിട്ട് ക്രീമായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ചെറിയ ഡിസൈൻ ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ ഒരു സ്റ്റാർ നോസിലാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമുക്കിത് ഡിസൈൻ ചെയ്തെടുക്കാം. അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇഷ്ടമുള്ള ഡിസൈൻ കൊടുക്കാം. സാധാരണ ബേക്കറിയിൽ നിന്നൊക്കെ വയ്ക്കുമ്പോൾ അവരതിൻ്റെ മുകളിൽ പിസ്താഷ്യൂസും പിന്നെ എഡിബിൾ ആയിട്ടുള്ള റോസ് പെറ്റൽസ് ഒക്കെ ഇടും. ഞാനിപ്പോൾ അതൊന്നും ഇവിടെ ചേർക്കുന്നില്ല. ഞാൻ ഇതുപോലെയുള്ള ചെറിയ സിൽവർ ബോൾസ് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്, ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. മിൽക്ക് കേക്ക് ആയതുകൊണ്ട് ഒരു പ്യുവർ വൈറ്റ് തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് എന്ത് ഡിസൈൻ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ നമ്മുടെ റിച്ച് ആൻഡ് ജ്യൂസി 3 മിൽക്ക് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്, ഉണ്ടാക്കാനും എളുപ്പമാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസും എല്ലാം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യാം. എന്നാൽ മാത്രമേ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിലൂടെ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.